ഹലോ ഹായ് പ്രിയപ്പെട്ട മക്കളെ, വരാനിരിക്കുന്ന പബ്ലിക് എക്സാമിന് തീർച്ചയായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇസ്തിമാറത്ത് തയ്യാറാക്കുക, അതല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കുക. എന്താണ് ഇസ്തിമാറത്ത് അതല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബയോഡാറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അർത്ഥം? ബയോഡാറ്റ. ഒന്നെങ്കിൽ ഇസ്തിമാറത്ത് എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ എന്ന് ചോദിക്കും. ഓക്കെ, റെഡിയല്ലേ? സെറ്റല്ലേ? ഒന്നെങ്കിൽ എന്ത് ചോദിക്കും? ഇസ്തിമാറത്ത് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ എന്ന് ചോദിക്കും. ഇത് രണ്ടിൻ്റെയും അർത്ഥം ബയോഡാറ്റ തയ്യാറാക്കുക എന്നായിരിക്കും കേട്ടോ. എങ്ങനെയാണ് ഒരു ബയോഡാറ്റ തയ്യാറാക്കേണ്ടത്? എല്ലാ ബയോഡാറ്റ തയ്യാറാക്കുന്ന ചോദ്യങ്ങളിലും ഇസ്തിമാറത്ത്, ബയാനാത്തു ഷഖ്സിയ എഴുതാനുള്ള ചോദ്യങ്ങളിലും കോമൺ ആയി കാണുന്ന ചില പോയിന്റ്സുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വരാമെന്നറിയാം. നമുക്കൊരു ചോദ്യം, ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്റ തർജമത്ത് നജീബ് മഹ്ഫൂദിന്റെ തർജമത്ത്, ജീവചരിത്രം വായിക്കുക. തർജമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് രൂപത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വിവരണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് വഅബ്ബി അൽ ഇസ്തിമാറത്ത, നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ ബയോഡാറ്റ പൂർത്തിയാക്കാം, ഫുൾഫിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു വിവരണം കൊടുത്തിട്ട് അതിൽ നിന്നും ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ പോയിന്റായി തയ്യാറാക്കുന്നതിനാണ് ബയാനാത്തു ഷഖ്സിയ, ബയോഡാറ്റ അല്ലെങ്കിൽ ഇസ്തിമാറത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തർജുമത്ത് നിങ്ങളെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കാണും. ഏതെങ്കിലും ഒരു വ്യക്തിയോ, ഒരു പക്ഷേ നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും കവിയെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ പറയുന്ന, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ചൊക്കെ ആയിരിക്കും. എന്നിട്ട് അവരെക്കുറിച്ചുള്ള ബയാനാത്തു ഷഖ്സിയ പോയിന്റായിട്ട് കൊടുക്കും. ആ എല്ലാ ബയാനാത്തു ഷഖ്സിയയിലും കോമൺ ആയി കാണുന്ന 6ഓളം പോയിന്റുകളുണ്ട്. ഈ പോയിന്റ് നിർബന്ധമായിട്ടും എൻ്റെ മക്കള് ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഒന്നാമത്തത് എന്താ? ഒന്നാമത്തത് ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണനാമം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അർത്ഥം? പൂർണ്ണനാമം. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി കൊടുക്കണം? അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എഴുതി കൊടുക്കണം അല്ലെ? നജീബ് മഹ്ഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് അൽ ബാഷ. ഇതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. എന്ത് മാത്രം എഴുതാൻ പറ്റൂല? നജീബ് മഹ്ഫൂദ് എന്ന് മാത്രം എഴുതാൻ പറ്റൂല. കാരണം അവിടെ ചോദിച്ചിട്ടുള്ളത് ഇസ്മുൽ കാമിൽ പൂർണ്ണനാമമാണ്. എല്ലാ ബയാനത്ത് ഷഖ്സിയയിലും ചോദിക്കലും എന്ത് തന്നെയാണ്? ഇസ്മുൽ കാമിലാണ്. അപ്പൊ ഇസ്മുൽ കാമിൽ എന്താ? പൂർണ്ണനാമം. അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതാ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നമ്മൾ എഴുതി കൊടുക്കണം. അടുത്തതോ ഇസ്മുൽ അബ്. എന്താണ് ഇസ്മുൽ അബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഇസ്മുൽ അബ് എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ഇസ്മുൽ വാലിദ് എന്നും ചോദിക്കും. ഇതിന്റെ അർത്ഥം എന്താ? പിതാവിന്റെ പേര്. എന്താണ്? പിതാവിന്റെ പേര് എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നെങ്കിൽ ഇസ്മുൽ അബ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇസ്മുൽ വാലിദ് എന്ന് കൊടുക്കും. അതവിടെ നമ്മൾ ഇങ്ങനെ കണ്ടെത്തട്ടോ. പിന്നെ നമ്മള് ആ പേര് നമ്മളിവിടെ കണ്ടെത്താ. വാലിദുഹു എന്ന് കണ്ടില്ല നിങ്ങൾ അല്ലെ? ഇങ്ങനെ ഒരു തർജ്ജമത്ത് തന്നിട്ട് അതിൽ വാലിദുഹു എന്നുണ്ടാവും. അതിനുശേഷമുള്ള പേരായിരിക്കും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അല്ലെങ്കിൽ ഉപ്പയുടെ പേര്. ഇസ്മുൽ അബ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇസ്മുൽ വാലിദ് എന്ന് കൊടുക്കും. ഓക്കെ, ഇസ്മുൽ അബ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇസ്മുൽ വാലിദ്, പിതാവിന്റെ പേര്. ആ പിതാവിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തെന്താ? ഇസ്മുൽ ഉമ്മ് അല്ലെങ്കിൽ ഇസ്മുൽ വാലിദത്ത്. ഒന്നെങ്കിൽ ഇസ്മുൽ ഉമ്മ അല്ലെങ്കിൽ ഇസ്മുൽ വാലിദത്ത്. ഇതിന്റെ അർത്ഥം എന്താ? ഉമ്മയുടെ പേര്, മാതാവിന്റെ പേര്. അതെവിടെ ഉണ്ടാവുക? വാലിദത്തുഹു എന്നുണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നോക്കണം, ഫാത്തിമത്ത് എന്നുണ്ടല്ലേ? ആ ഫാത്തിമത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനിയോ അടുത്തത് ആമുൽ മീലാദ്. ഒന്നെങ്കിൽ ആമുൽ മീലാദ് എന്ന് കൊടുക്കും, അതല്ലെങ്കിൽ താരീഖുൽ മീലാദ് എന്ന് വരും. രണ്ടിന്റെയും അർത്ഥം എന്താണ്? ജനന തീയതി ട്ടോ. ജനന തീയതിയാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ജനന വർഷമാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ ആമുൽ മീലാദ് ഉണ്ടാകും, അല്ലെങ്കിൽ താരീഖുൽ മീലാദ് ഉണ്ടാകും. രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരു ആമുൽ മീലാദ് മാത്രം പഠിച്ചു പോകരുത്, അല്ലെങ്കിൽ താരീഖുൽ മീലാദ് മാത്രം പഠിച്ചു പോകരുത്. രണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ, അതെവിടെ ഉണ്ടാവാം? ആമുൽ മീലാദ് അല്ലെങ്കിൽ താരീഖുൽ മീലാദ്. ഇതെവിടെ വെച്ചാൽ ആ തന്നിരിക്കുന്ന തർജുമത്ത്, ജീവചരിത്രത്തിൽ ഏറ്റവും ആദ്യം കാണുന്ന വർഷം അതായിരിക്കും ഒരു മനുഷ്യന്റെ ജനന വർഷം. അതവിടെ നമ്മളിങ്ങനെ നോക്കും, നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് 1911 എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ? വുലിദ ഫി ഡിസംബർ 1911. ഇങ്ങനെ നമുക്കത് കണ്ടെത്താം. അല്ലെങ്കിൽ വുലിദ എന്ന് നോക്കുക. വുലിദക്കു ശേഷം ഉള്ളത് തന്നെ ആ ഡേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ ജനന ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താ? ജായിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങൾ, അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ ട്ടോ. പുരസ്കാരങ്ങൾക്കാണ്
ജായിസത്ത് എന്ന് പറയുക. ഒന്നെങ്കിൽ ജായിസത്ത് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് കൊടുക്കും എന്നറിയോ, ജവായിസി എന്ന് കൊടുക്കും. ഓക്കെ, ജവായിസി എന്ന് കൊടുക്കും. രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? രണ്ടിൻ്റെ അർത്ഥം പുരസ്കാരം. ജായിസ് പുരസ്കാരം, ജവായിസ് പുരസ്കാരങ്ങൾ കേട്ടോ. ജായിസത്ത് പുരസ്കാരം, സാറ് ഞങ്ങൾ ജായിസത്ത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ നിൽക്കരുത്. ജായിസത്ത് പുരസ്കാരം, ജവായിസ് പുരസ്കാരങ്ങൾ. ജവായിസ് പുരസ്കാരങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ? ജായിസത്ത് നോബേൽ, നൊബേൽ പുരസ്കാരം അതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ എഴുതുക. ജവായിസ് എന്നപ്പോഴാണ് കൊടുക്കുക? പുരസ്കാരങ്ങൾ, ഒന്നിലധികം പുരസ്കാരങ്ങളെ ജവായിസ് എന്ന് കൊടുക്കും കേട്ടോ. അടുത്തത് താരിഖുൽ വഫാത്ത്. താരിഖുൽ വഫാത്ത്, താരിഖുൽ വഫാത്ത് അതല്ലെങ്കിൽ ആമുൽ വഫാത്ത് എന്നും വരാം. ആമുൽ വഫാത്ത് എന്നും വരാം. എന്ന് പറഞ്ഞാൽ എന്താ? മരണവർഷം. മരണവർഷം, അദ്ദേഹം എന്നാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് നമ്മളോട് എഴുതി കൊടുക്കേണ്ടത്. ഈ 6 പോയിന്റ്സ് എൻ്റെ മക്കൾ ഒരിക്കലും മറക്കരുത്. ഇതിൻ്റെ ഓർഡറും മറക്കാൻ പാടില്ല. കാരണം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഇസ്തിമാറത്ത് അല്ലെങ്കിൽ ബയാനത്ത് ഷഖ്സിയ ബയോഡാറ്റ ചോദിക്കും. ഈ പോയിന്റ്സുകൾ എന്തായാലും അതിൽ ഉണ്ടാകും. എൻ്റെ മക്കൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓൾ ദി വെരി ബെസ്റ്റ്.